അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. ഇന്ന് വതനത്തിൽ പോയപ്പോൾ കണ്ടത് ഇതാണ്. ബാബയുടെ കൈകളിൽ നിറയെ വളരെയധികം സുന്ദരമായ വിടർന്ന സുഗന്ധ പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു. ആ പുഷ്പങ്ങളിൽ നിന്നും അത്രയും സുഗന്ധം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാബ എന്നെ മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞു, ഇത് ഏതൊരു പുഷ്പങ്ങളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? സ്ഥൂലമായി കണ്ടുകൊണ്ടിരിക്കുകയാണോ അതോ സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, അങ്ങയുടെ കൈകളിൽ സ്ഥൂലമായ പുഷ്പങ്ങളുടെ പൂച്ചെണ്ടാണ് ഉള്ളത്. അപ്പോൾ ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ഏത് കുട്ടികളുടെ ഓർമ്മകളുമായാണ് വന്നിരിക്കുന്നത്? വിശേഷിച്ച് ഇന്ന് വിദേശത്തെ സഹോദരി സഹോദരന്മാരുടെ ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. അപ്പോൾ ബാബ ഇന്ന് വളരെ നല്ലൊരു കാര്യം കേൾപ്പിച്ചു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ബാബ തൻ്റെ കുട്ടികളെ പുഷ്പങ്ങളുടെ രൂപത്തിൽ നോക്കുകയാണ്. ആ പുഷ്പങ്ങളായ കുട്ടികളെ സാകാര ബാബയും തൻ്റെ സങ്കല്പത്തിലൂടെയും ശിവബാബയുടെ പ്രേരണയിലൂടെയും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ ബാബ വിത്ത് വിതച്ചിരുന്നു. എപ്പോഴാണോ സാകാരത്തിൽ വിദേശികളായ കുട്ടികൾ ഇല്ലാതിരുന്നത്, ആ സമയത്ത് പോലും ബാബ തൻ്റെ കുട്ടികളെ സൂക്ഷ്മമായി ആഹ്വാനം ചെയ്യുമായിരുന്നു, ഓർമ്മിക്കുമായിരുന്നു. അപ്പോൾ ബീജം തുടക്കം മുതൽ തന്നെ ബാബ ഇട്ടു, സങ്കല്പത്തിലൂടെയും പ്രേരണയിലൂടെയും. എന്നാൽ അതിനെ സാകാരം ആക്കിയത്, പ്രാക്ടിക്കലാക്കിയത് സാകാര വതനവാസികളായ കുട്ടികളാണ്. ബാബ പറഞ്ഞു, ബാബയുടെ അടുക്കൽ പരിധിയില്ലാത്ത കുട്ടികളുടെ ഓർമ്മകൾ വരുന്നു. വിശേഷിച്ച് ഇപ്പോൾ ഏത് കുട്ടികളാണോ വന്നിരിക്കുന്നത്? ബാബ പറഞ്ഞു, മധുബനിൽ വെറൈറ്റി പുഷ്പങ്ങളുടെ സീസൺ ഉണ്ടാകുന്നത് പോലെയാണ്. ചില പൂക്കൾ സദാ വിടരുന്നു, ചിലത് ഇടയ്ക്കിടയ്ക്ക് വിടരുന്നു, ചിലത് വർഷത്തിൽ ഒരിക്കൽ വിടരുന്നു, ചിലത് പല വർഷങ്ങൾ കഴിഞ്ഞ് വിടരുന്നു. അപ്പോൾ ബാബ തൻ്റെ ചൈതന്യ പുഷ്പങ്ങളെ നോക്കുകയാണ്. ചൈതന്യ പുഷ്പങ്ങളിലും ബാബ ഇന്ന് വിശേഷിച്ച് വിദേശത്തുള്ള കുട്ടികളെ നോക്കുകയാണ്. ഓരോരോ കുട്ടിയിലും എത്ര പ്രകാരത്തിലുള്ള വിശേഷതകൾ ഉണ്ട്, എത്ര പ്രകാരത്തിലുള്ള സുഗന്ധം ഉണ്ട്. ബാബ പറഞ്ഞു, ബാബയുടെ പല വിദേശികളായ കുട്ടികളും അവരവരുടെ സ്ഥാനങ്ങളിൽ പുറത്തുള്ള സേവനം ചെയ്യുമ്പോൾ വളരെയധികം ഹൃദയപൂർവം 2-4 പേരായിരിക്കും ഉള്ളത്. ബാബയുടെ പരിചയവും മറ്റൊരു രൂപത്തിലാണ് നൽകുന്നത് എങ്കിൽ പോലും നൽകുന്നു. ബാബ പറഞ്ഞു, എൻ്റെ ഈ കുട്ടികളും വിശേഷിച്ച് അനന്യരാണ്. ബാബ ഈ കുട്ടികളെ തൻ്റെ പുഷ്പങ്ങളുടെ മാല എന്ന് പറയുന്നു. പുഷ്പങ്ങളുടെ പൂച്ചെണ്ട് ബാബ കാണിച്ചു തന്നു. ബാബ പറഞ്ഞു, ബാബയുടെ വീട്ടിൽ എപ്പോഴാണോ കുട്ടികൾ വരുന്നത്, അപ്പോൾ സ്വന്തം പുരുഷാർത്ഥവും ചെയ്യുന്നു, സേവനത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കുന്നു. തൻ്റെ സൂക്ഷ്മ തയ്യാറെടുപ്പുകളും കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും ബാബ കാണുന്നുണ്ട്. ബാബ പറഞ്ഞു, ഇവരും സീസണിൽ വരുമ്പോൾ ബാബയുടെ വീട്ടിലെ അലങ്കാരമായി മാറുന്നു. ബാബ പറഞ്ഞു, അലങ്കാരമായ കുട്ടികൾ ഉണ്ടായിരിക്കുമ്പോൾ ബാബയ്ക്കും തൻ്റെ കുട്ടികളെ അഥവാ പുഷ്പങ്ങളെ കാണുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാകുന്നു. എവിടെ നിന്നെല്ലാം, ഏതെല്ലാം രൂപത്തിൽ, എങ്ങനെയെല്ലാം ബാബയുടെ വീട്ടിൽ എത്തിച്ചേരുന്നു. ബാബയ്ക്ക് തൻ്റെ ചൈതന്യ പുഷ്പങ്ങളെ കണ്ട് ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാബയോട് പറഞ്ഞു, വിശേഷിച്ച് ഇവരുടെ പ്രോഗ്രാമുമാണ്, മീറ്റിങ്ങുമാണ്.
ബാബ പറഞ്ഞു, വിശേഷിച്ച് വിദേശികളായ കുട്ടികളുടെ ബുദ്ധി വളരെ തീക്ഷ്ണമാണ്, ദീർഘവീക്ഷണം ഉള്ളവരാണ്. ബാബ പറഞ്ഞു, എൻ്റെ ഈ വിദേശികളായ കുട്ടികളും ബാബയെ പ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി അപ്രകാരമുള്ള പ്ലാനിംഗ് ചെയ്യും. കാരണം ദേശവിദേശങ്ങളിലുള്ളവർ ഉണ്ട്, വിദേശത്തെ കുട്ടികളുമുണ്ട്, ഭാരതത്തിലെ കുട്ടികളും ഉണ്ട്. രണ്ടുപേരും ഒത്തുചേർന്ന് ഇത്രയും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ബാബ പറഞ്ഞു, സങ്കല്പത്തെ സാകാരത്തിൽ ആക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും നിമിത്ത കുട്ടികൾ ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബാബയ്ക്ക്, വിശേഷിച്ച് ബാബ്ദാദയ്ക്ക് തൻ്റെ കുട്ടികളെ കണ്ട് സന്തോഷം ഉണ്ടാകുന്നു. ബാബയ്ക്ക് അഭിമാനവും ഉണ്ട്. ബാബ സാകാരത്തിൽ ഓർമ്മിച്ചു. ശിവ് ബാബ പ്രേരണകൾ നൽകി. ബാബ കുട്ടികളെ അഥവാ പുഷ്പങ്ങളെ തയ്യാറാക്കി. ബാബ സ്ഥൂലമായ പുഷ്പങ്ങളെ അല്ല നോക്കുന്നത്, ബാബ ചൈതന്യ പുഷ്പങ്ങളുടെ സുഗന്ധം നോക്കിയിരിക്കുകയാണ്. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗിൻ്റെ താലം വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ബാബ പറഞ്ഞു, ഭോഗിൽ എത്ര കുട്ടികളുടെ ഓർമ്മകൾ അലിഞ്ഞിരിക്കുകയാണ്. കുട്ടികൾ ഓർമ്മകൾ അയക്കുകയും ചെയ്യുന്നു. ബാബയും വളരെ സ്നേഹത്തോടെ ആ ഓർമ്മകളെ തൻ്റെ ഹൃദയത്തിൽ ലയിപ്പിക്കുന്നു. ബാബ ലയിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ഹൃദയത്തിലും ബാബ ഇരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ വിശേഷിച്ച് എല്ലാ സഹോദരീ സഹോദരന്മാർക്കും, ദേശത്തുള്ളവരായാലും വിദേശത്തുള്ളവരായാലും എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി. Thank you.